ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്നും സൂരജേട്ടൻ ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ്. എന്നെ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ടോപ്പിക് എന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ ടോപ്പിക്ക്? ഇത് കണ്ടിരുന്നോ? മുത്താരം കുന്നിലേക്ക് സിബിയും ശിഷ്യരും. മുത്താരം കുന്ന് അങ്ങനെ സിനിമയല്ലേ, മുത്താരം കുന്ന് പിയോ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എന്താണ് അതിനെ പറ്റി? അതായത് ഈ സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ട് 40 വർഷമാവുകയാണ്. അപ്പൊ ഈ സിനിമ സിബി മലയിലെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ ഈ സിനിമയുടെ ഒരു ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് ഇവര് സിബി മലയിലും അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നവരും ഒക്കെ കൂട്ടായ്മ എല്ലാവരും കൂടിയിട്ട് അവരൊന്ന് ഒരുമിച്ചൊന്ന് കൂടുന്നു. അതെ. അപ്പൊ നമ്മുടെ ലാലേട്ടനാണ് അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണത്. അപ്പൊ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഇതിന്റെ കഥ? ഒരു പോസ്റ്റ് ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കത്ത്, അതല്ലേ ഒരു ബേസിക്. ഈ സിനിമ ഇപ്പൊ വീണ്ടും ചർച്ചയാവാൻ കാരണം രേഖാചിത്രം സിനിമയാണ്. രേഖാചിത്രം കണ്ടില്ല? രേഖാചിത്രത്തില് ഒരു മമ്മൂട്ടി ഫാനായിട്ടുള്ള ഒരു പെൺകുട്ടി മമ്മൂട്ടിക്ക് കത്ത് എഴുതുന്നത് മമ്മൂട്ടി ചേട്ടൻ, അതായിരുന്നു ഈ ഒരു സിനിമയുടെ ഒരു അത് രേഖാചിത്രമായിട്ടുള്ള ഒരു കണക്ഷൻ. ശരിക്കും ഈ ഒരു സിനിമ സിബി മലയിലെ ആദ്യത്തെ സിനിമയാണ്. അതായത് സിബി മലയില് നമ്മുടെ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ, ലാലേട്ടൻ്റെ മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. ഫാസിലിൻ്റെ അസിസ്റ്റൻ്റായി, പിന്നെ അസോസിയേറ്റായി, പ്രിയദർശൻ്റെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഓടരുതമ്മാമ ആളറിയാം, ഈ സിനിമയിലൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വളരെ തിരക്കേറിയ ഒരു അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെ സിബി മലയിൽ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി പുള്ളിക്ക് ഇങ്ങോട്ട് ഒരു ഓഫർ വന്നു. അത് ശരിക്ക് ഈ സിനിമ അല്ലായിരുന്നു ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. ശരിക്ക് നമ്മുടെ മരിച്ചുപോയ നടൻ ശ്രീനാഥ് എന്ന് പറഞ്ഞൊരു നടനുണ്ട്, അറിയോ? നമ്മുടെ തൂവാനത്തുമ്പികളിലും കിരീടത്തിലൊക്കെ ലാലേട്ടൻ്റെ ഫ്രണ്ടായിട്ട്. ശ്രീനാഥ് അന്നത്തെ കാലത്ത് ഒരു നായക നടൻ തന്നെയാണ്. ശ്രീനാഥ് ഒരു ദിവസം ഇങ്ങനെ സിബി മലയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, ഒന്ന് വന്ന് കാണണം, സിബിനെ വെച്ച് ഒരു സിനിമ ചെയ്യും. അപ്പോൾ സിബി മലയിൽ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും പുള്ളിക്കൊന്നുമില്ല. പക്ഷേ അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സ് നല്ല അസോസിയേറ്റ്സ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് വരും. അതായത് ഒന്നെങ്കിൽ ആക്ടേഴ്സ് ഡേറ്റ് കൊടുക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അന്വേഷിച്ചിട്ട് ആരാണ് മിടുക്കനായ ഒരു അസോസിയേറ്റ് എന്ന് അറിഞ്ഞിട്ട് ഡേറ്റ് കൊടുത്ത് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ശ്രീനാഥ് പറഞ്ഞു ഒരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട് സിനിമ ചെയ്യാൻ എന്നും പറഞ്ഞിട്ട് സിബി മലയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഒരു 2 പേരുണ്ട്. അതിൽ ഒരാൾ പറഞ്ഞു, ഇത് എൻ്റെ ബ്രദറാണ്, ഇദ്ദേഹം പ്രൊഡ്യൂസറാണ്, സുബ്രഹ്മണ്യൻ എന്നാണ് പേര്. ആ പറഞ്ഞ ആള് ആയിരുന്നു നമ്പി നാരായണൻ, സയന്റിസ്റ്റ്. അതെ. അപ്പോൾ നമ്പി നാരായണന്റെ ബ്രദറാണ് എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അദ്ദേഹം ഏതൊക്കെ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പ്രൊഡ്യൂസർ സിബി മലയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ആദ്യത്തെ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞു. അങ്ങനെ സിബി മലയിൽ രഘുനാഥ് പല്ലേരി, സിബി മലയുടെ അടുത്ത സുഹൃത്തായി രഘുനാഥ് പല്ലേരി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു സിനിമ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരൊരു കഥയൊക്കെ രൂപമാക്കി. മോഹൻലാലും റഹ്മാനും വരുന്നു ആ സിനിമയിൽ ഹീറോസ് ആയിട്ട്. അങ്ങനെ ഇവരെല്ലാ എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്തു, ഇവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ ആ സിനിമ നടന്നില്ല. കാരണം അവർ മോഹൻലാലും റഹ്മാനൊക്കെ നല്ല തിരക്കായതുകൊണ്ടായിരിക്കും അവർക്ക് അത് ആ പ്രൊജക്ട് അപ്പൊ അവർ സംഭവിച്ചില്ല. അപ്പൊ പ്രൊഡ്യൂസർ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്റ്റാർസ് വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ, അത് താരങ്ങൾ വേണ്ട, പുതിയ ആൾക്കാരായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവര് സിബി മലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജഗദീഷ് സിബി മലയിനെ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ ശ്രീനിവാസനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഞാനത് ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സിബി മലയിൽ ജഗദീഷിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ കഥ കേട്ടു. അപ്പൊ ആ ജഗദീഷ് പറഞ്ഞ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്, ആ നാട്ടിൽ ഒരു ഫയൽമാൻ ഉണ്ട്, അയാൾക്കൊരു മകളുണ്ട്. അവിടെ ഒരു പാരൽ കോളേജിലേക്ക് ഒരു അധ്യാപകനായിട്ട് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ഒരു പ്രേമവും കാര്യങ്ങളും നമ്മളിപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ള പോലെ ഗുസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ശ്രീനിവാസൻ ആ സിനിമയിൽ പാരൽ കോളേജ് എന്നുള്ളത് മാറ്റി. എന്നിട്ട് ശ്രീനിവാസൻ ആണ് ഇതില് ആ പോസ്റ്റ് ഓഫീസ് ഒരു പോസ്റ്റ് മാസ്റ്റർ ഉള്ള ക്യാരക്ടറൊക്കെ കൊണ്ടുവന്നു. ഈ പെൺകുട്ടീനെ ഒരു മമ്മൂട്ടി ഫാനായി കത്ത് അത് ശ്രീനിവാസന്റെ ഐഡിയ. ഇത് ഈ അടുത്ത് രേഖാചിത്രം ഇറങ്ങിയപ്പോ അതിന്റെ പ്രൊമോഷൻ സമയത്തൊക്കെ ജഗദീഷ് അതായത് എന്റെ ഒരു മൂലകഥ മാത്രമേ ഞാനുള്ളൂ, ബാക്കിയൊക്കെ ശ്രീനി കൊണ്ടുവന്നാന്ന് പറഞ്ഞു. പക്ഷെ അതാണ് ആ ഒരു ചെറിയൊരു മാറ്റമാണെങ്കിലും ആ ഒരു മാറ്റം ഒരു വ്യത്യാസമാണ് ആ സിനിമയിലേക്ക് മൊത്തത്തിൽ വന്നത്. ഒരു ഇമ്പാക്റ്റ് മാറി അല്ലേ? അപ്പൊ ഇത് വളരെ പെട്ടെന്ന് ഇവർക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ആയി. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് ഇവർക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പൊ ഇവര് മുത്താരംകുന്ന് സാമ്യമുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ടി ഇവര് ലൊക്കേഷൻ കണ്ടിറങ്ങി. ഇവര് ലൊക്കേഷനായിട്ട് പോയത് കൊട്ടാരക്കര ഏരിയയിലാണ് പറ്റിയ സ്ഥലം. അപ്പൊ അന്ന്
നമ്മുടെ ഗണേഷ് കുമാർ കൊട്ടാരക്കര പത്തനാപുരം ആ ഒരു ഏരിയയിൽ ഗണേഷ് കുമാർ എന്ന മന്ത്രി ഒന്നുമല്ല, പക്ഷെ പുള്ളി സിനിമാക്കാരുടെ ഉറ്റ സുഹൃത്താണ്. നമുക്കറിയാം ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ അച്ഛൻ മന്ത്രി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സിനിമാക്കാരെയൊക്കെ ഇട്ട് ഗണേഷ് കുമാർ നല്ല സൗഹൃദമാണ്. അപ്പൊ ഗണേഷ് കുമാർ സിബിമലയിൽ എടുത്ത് പറഞ്ഞു, എന്റെ നാട്ടിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു സ്ഥലമുണ്ട്, ഞാൻ ലൊക്കേഷൻ കാണിച്ചുതരാന്ന് പറഞ്ഞ് എനിക്കൊന്ന് ഗണേഷ് കുമാറിന്റെ തറവാട് വീട് അവിടെ ബാലകൃഷ്ണ പിള്ള സാർ എന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഏതൊരു സ്റ്റാഫിനെ കൂടെ വിട്ടിട്ട് ഇവർക്ക് വേണ്ട, അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒരു കവലെ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെ അവിടെ ആ സ്ഥലം ഫിക്സ് ചെയ്തു ഇവരെല്ലാം. പിന്നെ മുകേഷ്, ലിസി, നെടുമുടി വേണു, ഇങ്ങനെ എല്ലാം ഇവർ പ്ലാൻ ചെയ്തു. അപ്പൊ ഇതിൽ അവസാനം ഒരു ഗുസ്തിക്കാരൻ വരുന്നുണ്ട്. അപ്പൊ ഇവര് ശരിക്കും ശ്രീനിവാസ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നപ്പോ ദാരാസിംഗിനെ പോലെ ഒരാൾ എന്നാണ് സ്ക്രിപ്റ്റിൽ എഴുതിയത്. അപ്പോ അവസാനം ഇവര് പറഞ്ഞു നമുക്ക് ശരിക്കും ദാരാസിംഗിനെ തന്നെ വിളിച്ചാലോ. അപ്പോൾ ആര് പോയി സംസാരിക്കും, പുള്ളി വലിയ തിരക്കുള്ള ആളല്ലേ എന്ന് പറഞ്ഞപ്പോൾ ജഗദീഷാണ് ബോംബെ പോയിട്ട് താരാസിംഗിനെ കൺവിൻസ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു അന്ന് 25,000 രൂപ എന്തോ കൊടുത്തിട്ട്, ആ സിനിമയുടെ ബഡ്ജറ്റ് 5 ലക്ഷത്തിന് താഴെ, പക്ഷെ അത്ര റെമ്യൂണറേഷൻ കൊടുത്തിട്ട് താരാസിംഗിനെ കൊണ്ടുവന്നു. പിന്നെ താരാസിംഗ് വന്നിട്ട് പുള്ളി വളരെ ഫ്രീ ആയിട്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിലെ ക്ലൈമാക്സ് ശരിക്കും ഈ ദാരാസിംഗ് തോറ്റു കൊടുക്കണമായിട്ടായിരുന്നു ആദ്യം എഴുതിയത്. പക്ഷെ ദാരാസിംഗ് പറഞ്ഞു അത് ശരിയല്ല, കാരണം അത് എന്റെ ജോലിയോട് എത്തിക്സിനോട്, എന്നിട്ട് എനിക്കൊന്ന് ദാരാസിംഗിന്റെ കൂടി കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ദാരാസിംഗ് ആണ് ജയിക്കുന്നത്, പക്ഷെ അവര് നായകനും അദ്ദേഹം ഒന്നിപ്പിക്കുന്ന രീതിയിലേക്ക് സ്ക്രിപ്റ്റ് ഒക്കെ മാറ്റി എഴുതിച്ചത്. അപ്പോൾ അത് ശരിക്കും സിനിമയിലെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. ഇതില് ഭയങ്കര രസകരമായിട്ടുള്ള വേറെ കുറെ കാര്യം, ജഗദീഷ് ഇതില് ഒരു സൈക്കിൾ മെക്കാനിക്കായിട്ട് ഫ്രണ്ടായിട്ട്, മുകേഷിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്നുണ്ട്. ശ്രീനിവാസൻ ഇതിൽ ഒരു പോസ്റ്റ്മാന്റെ ക്യാരക്ടർ. എനിക്ക് ശ്രീനിവാസന്റെ ഒക്കെ പല കഥാപാത്രങ്ങളും അധികം ചർച്ച ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. അതായത് പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് മുകേഷാണ്, ശ്രീനിവാസൻ പോസ്റ്റ്മാനാണ്, പക്ഷെ യൂണിഫോം ഒന്നും ഇടില്ല. അതായത് പോസ്റ്റ് മാസ്റ്ററെക്കാട്ടും ചാടയാണ്. പോസ്റ്റ് മാസ്റ്റർ എടുത്ത് ഭയങ്കര ചാടയില്ല, അത് നിങ്ങളെക്കാട്ടും സീനിയോറിറ്റി എനിക്കാണ്, നിങ്ങൾ നാളെ പോയ ഈ കസേരയിൽ ഞാൻ ഇരിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ്, അതായത് ടീഷർട്ടും ജീൻസൊക്കെ ഇട്ട് നടക്കണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു ചെത്ത് ക്യാരക്ടറാണ് ശ്രീനിവാസന്റെ ക്യാരക്ടർ. അതിൽ മുകേഷിന്റെ ക്യാരക്ടർ ദിലീപ് കുമാർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ക്യാരക്ടറാണ്. ഈ ശ്രീനിവാസന്റെ ക്യാരക്ടറിന്റെ പേര് മറന്നു. ഇതേപോലെ എന്തോ രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതില് മറ്റൊരു ക്യാരക്ടറാണ്, ഒരു 2 സഹോദരങ്ങൾ ചായക്കട നടത്തണം, നകുലനും സഹദേവനും, വി ഡി രാജപ്പനും നമ്മുടെ ജഗദീഷ് ശ്രീകുമാറുമാണ്. അതായത് ഇവര് രണ്ടുപേരും 2 ബ്രദേഴ്സാണ്, പക്ഷെ രണ്ടുപേരും 2 ഹോട്ടൽ നടത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി. അതായത് ഒരാളുടെ ഹോട്ടൽ തകർക്കാൻ വേറെ ആളുടെ കാശ് കൊടുത്തിട്ട് ഉപ്പോ പഞ്ചസാര എന്തൊക്കെ കൂടുതലിടുക, അങ്ങനെയുള്ള തരികട പരിപാടികൾ. ഇതേപോലെ പോസ്റ്റ് മാസ്റ്ററുടെ അടുത്ത് പോയിട്ട് ഒരാള് ചേട്ടൻ അനിയന് തൃക്കത്ത് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യുക, അനിയൻ നേരെ തിരിച്ച്, അങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഈ കവലയൊക്കെ ശരിക്കും അവർക്ക് ഈ ഹോട്ടലൊക്കെ നിൽക്കുന്ന സ്ഥലമൊക്കെ കറക്റ്റായിട്ട് സിബിമലയിൽ ലൊക്കേഷൻ കിട്ടിയെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സിനിമ സംഭവിച്ചത്. പക്ഷെ ആ സിനിമ ശരിക്കും അന്ന് അങ്ങനെ ഒരു വൻ വിജയമൊന്നും ആയില്ല എന്നുള്ളതാണ്. പക്ഷെ ആ സിനിമ ഇപ്പൊ ആഘോഷിക്കുന്നല്ലേ, ഇപ്പൊ എല്ലാവരും വളരെയധികം ആഘോഷിക്കുന്ന സിനിമയാണ്. ഇതേപോലെ ഇവർ ആ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ മമ്മൂട്ടി ആയിട്ടും മുകേഷ് കത്ത് എഴുതുന്നതാണ്. അതായത് മുകേഷ് ലിസിക്ക് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ് കത്ത് എഴുതുന്നത് ശരിക്കും അത് മമ്മൂട്ടിയുടെ വോയിസിലാണ് ലിസി കേൾക്കുന്നത്. അപ്പൊ ഇവർ ആദ്യം മമ്മൂട്ടിയോടൊന്നും പറഞ്ഞിരുന്നില്ല. ആ സമയത്ത് മമ്മൂട്ടി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിബിമലയിൽ പോയിട്ട് ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്ത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കൊന്നും ഡബ് ചെയ്യണം എന്നാണ്. അപ്പൊ മമ്മൂട്ടി കഥ കേട്ടിട്ട് പറഞ്ഞു ഞാൻ ഡബ് ചെയ്യാലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മമ്മൂട്ടി വന്നിട്ട് ഡബ് ചെയ്തത്. ഇതേപോലെ ഇപ്പൊ നമ്മൾ രേഖാചിത്രത്തിലും ഈ ഒരു രേഖാചിത്രത്തിന്റെ പ്ലാനിങ് നടക്കുന്ന സമയത്തും അത് കാതോടും സിനിമയിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചതും അത് മമ്മൂട്ടിയുടെ കോൺട്രിബ്യൂഷനൊക്കെ കൂടി ചേർന്നിട്ടാണ് ചർച്ച ചെയ്തത്. അപ്പൊ ശരിക്ക് ഈ സിനിമ ഒരു 85 ജനുവരി 7 ഷൂട്ട് തുടങ്ങണത് ഈ മുത്താരം കുന്നിന്റെ. ഇതേ ദിവസം തന്നെയാണ് രേഖാചിത്രം റിലീസ് ചെയ്തത്. അപ്പൊ അന്ന് രേഖാചിത്രത്തിന്റെ പ്രൊമോഷൻ സമയത്ത് സിനിമ ഇറങ്ങിയ ശേഷം സിബിമലയിലും കമലും, കാരണം കമൽ അന്ന് കാതോടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പൊ ഇവരെല്ലാം രേഖാചിത്രത്തിന്റെ ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞ് ഇവര് പഴയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയിൽ പറഞ്ഞു എനിക്ക് വളരെ ഇമോഷണൽ ആയിട്ടൊരു ദിവസമാണ് ജനുവരി 7, കാരണം എന്റെ ആദ്യ സിനിമ തുടങ്ങിയതും രേഖാചിത്രം റിലീസ് ചെയ്തതും ഒരേ ദിവസമാണ് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഷൂട്ടിന് പോകുന്ന സമയത്ത് സിബിമലയിലെ ഫാദർ വയ്യാതെ കിടക്കുന്ന സമയമാണ്. എനിക്ക് ഈ സിനിമ ഷൂട്ട് തുടങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ ഫാദർ മരിച്ചു. അപ്പൊ പുള്ളി എന്റെ ആദ്യത്തെ സിനിമ എനിക്ക് അങ്ങനെ കുറെ ഓർമ്മകളും കുറെ ഇമോഷണലി ഭയങ്കര കണക്ട് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഇപ്പൊ ഈ രേഖാചിത്രത്തിലൂടെ ആ 2 സിനിമകളാണ് ഇപ്പോൾ വീണ്ടും മലയാളികൾക്ക് ഓർമ്മിപ്പിക്കണത്, കാതോടും ഇതേപോലെ മുത്തരംകുന്ന് പിയോയും. ഇപ്പം മലയാള സിനിമ കണ്ട് ശീലിച്ചവർക്ക് ഓർമ്മയുണ്ടാവും, പക്ഷെ ഇപ്പൊ നമ്മുടെ ന്യൂ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടു കാണുമെന്ന് പോലും
ഡൗട്ടാണ്. 40 വർഷം മുമ്പാണ് ഈ സിനിമ, 85-ലാണ് ഈ സിനിമകളൊക്കെ റിലീസ്. ഇപ്പൊ കാതോട് കാതോട് പിന്നെയും എല്ലാവർക്കും മനസ്സിലാവും പാട്ടിന്റെ ഉള്ളതുകൊണ്ട്. പക്ഷെ മുത്താരംകുന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പത്തെ ഈ ഒരു സിനിമ കാരണം കൊണ്ട് ആ സിനിമയും കൂടെ എല്ലാരും ഓർത്തെടുക്കുവാണ്. അങ്ങനെ ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട് നമ്മുടെ മലയാള സിനിമയിൽ. പഴയ സിനിമകൾ വീണ്ടും ഓർത്തെടുക്കാനുള്ള നമ്മുടെ യൂട്യൂബിൽ തന്നെ പല പഴയ സിനിമകൾ, ഇപ്പൊ കാതോട് കാതോട് ആയിക്കോട്ടെ, ഈ പറയുന്ന മുത്താരംകുന്ന് ആയിക്കോട്ടെ, പല സിനിമകളും നമ്മളിപ്പോ ചെല്ലുമ്പോൾ അതിൽ ലേറ്റസ്റ്റ് കമന്റ് കിടക്കുന്നത് ഫേസ്ബുക്കിൽ ഇന്ന വീഡിയോ കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഇന്ന റീല്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ഇന്റർവ്യൂ കണ്ടു വന്നവർ. അപ്പൊ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പല പഴയ സിനിമകളും യൂട്യൂബിൽ വ്യൂ വരുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസ്കഷൻ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്യുന്നത് പോലും ചിലപ്പോൾ ഇത് കണ്ടിട്ട് ഒരു 10 പേര് ആ സിനിമ കാണാൻ പറ്റിയാൽ അതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ കാണുന്നു, ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ പല ഡിസ്കഷൻസ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഒരു 10 പേരോ 20 പേരോ വേറെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവും. അത് കണ്ടിട്ടായിരിക്കാം ഈ സിനിമയിലേക്ക് ആളുകൾ തിരിച്ചുപോക്ക് എന്ന് പറയുന്ന പോലെ സംഭവിക്കുന്നത്. ഈ ജഗദീഷ് ഈ സിനിമയുടെ ഒരു ത്രെഡ് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിലും, കാരണം ഇപ്പൊ ജഗദീഷൊക്കെ പറയും അന്ന് ഇവരെല്ലാവരും ഒരു കൂട്ടായ്മ പോലെ ആയതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ജഗദീഷ് നല്ലൊരു എഴുത്തുകാരൻ തന്നെയാണ്. ഇത് ശരിക്കും ജഗദീഷിന്റെ ഒരു നമ്മൾ പറഞ്ഞിട്ട് ജഗദീഷിന്റെ കഥയാണ്. ശരിക്കും ജഗദീഷിന്റെ ഒരു നാടകമായിരുന്നു. ഞാൻ ആ നാടകത്തിന്റെ പേര് മറന്നു. ജഗദീഷ് പണ്ട് എഴുതിയ ഒരു നാടകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള അതിലാണ് ഈ പാരൽ കോളേജ് അധ്യാപകൻ ഉള്ളത്. അത് പക്ഷെ അതാണ് ശ്രീനിവാസന്റെ ഒരു ബ്രില്യൻസും വരുന്നത്. ശ്രീനിവാസൻ അത് വേറൊരു തരത്തിലോട്ട് മാറ്റിയെടുത്തു. പക്ഷെ ഈ ലെറ്ററിൽ പറയുന്ന മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ശരിക്കും മമ്മൂട്ടിക്ക് അങ്ങനെ കത്തയക്കുന്ന ഒരു അതെ. അത് ശരിക്കും അന്ന് സിനിമ മദ്രാസിലാണ്. അന്ന് മദ്രാസില് വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് ഇവരുടെ എല്ലാവരും താമസിക്കുന്നത്, സിനിമക്കാരെല്ലാവരും താമസിക്കുന്നത്. അത് അന്ന് മമ്മൂട്ടി തന്നെ ഒരിക്കൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ സ്ഥിരമായിട്ട് ഒരു റൂമുണ്ട്. ആ റൂമിലാണ് മമ്മൂട്ടി, നെടുമുടി വേണു, അതായത് സ്ഥിരമായിട്ട് ഇവര് രണ്ടുപേരും പല സിനിമയ്ക്ക് വരുവാണെങ്കിലും ഇവര് ആ റൂമിലാണ്. പക്ഷെ ഇവര് പറഞ്ഞത് ഇവരെന്ത് തിരക്കേറിയ നടന്മാരാണ്. ഇവർ രണ്ടുപേരും ആ റൂമിൽ ഷൂട്ടിങ്ങിൽ, അതായത് ഇവർ തമ്മിൽ ചിലപ്പോൾ കാണില്ല, കാരണം മമ്മൂട്ടി ഷൂട്ടിന് പോകുമ്പോഴായിരിക്കും നെടുമുടി വന്ന് കിടന്നുറങ്ങുന്നത്. പക്ഷെ ഇവരില്ലെങ്കിൽ സ്ഥിരമായിട്ട് ആ റൂമിൽ കിടന്നുറങ്ങിയിരുന്ന ആളുകളായിരുന്നു അന്ന് അപ്കമിങ് ആയിരുന്ന ശ്രീനിവാസൻ, പ്രിയദർശൻ, കമല്. ഇവരൊന്നും അങ്ങനെ സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. പക്ഷെ ഇവരില്ലെങ്കിൽ ഇവരുടെ റൂമിൽ അവരായിരിക്കും കിടന്നുറങ്ങുക എന്ന് പറയുന്ന ഒരു തമാശ. അന്ന് സ്ഥിരമായിട്ട്, ഇന്നിപ്പോ നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് വാട്സപ്പ് എന്നുള്ള, അന്ന് കത്ത് എഴുതലാണ്. അന്ന് മമ്മൂക്കയ്ക്ക് സ്ഥിരമായിട്ട് കുറെ കത്തുകൾ വരും. ഈ കത്തൊക്കെ ശ്രീനിവാസനെ വായിക്കുക. അന്നത്തെ ആ ഒരു കത്തിൽ ഇതേപോലെ മമ്മൂട്ടി ചേട്ടനോ എന്തോ പറഞ്ഞ് എഴുതിയിരുന്നത് ശ്രീനിവാസന്റെ മനസ്സിൽ കിടന്നിരുന്നു. ശരിയാ, കാരണം മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലായിടത്തും കേൾക്കണ ഇക്കാമ, വെല്ലിക്ക, മമ്മൂട്ടിക്ക, അങ്ങനെയൊക്കെയല്ലേ മമ്മൂക്കാന്നൊക്കെയാണ്. പക്ഷെ ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രൈക്കിംഗ് ആണ് ആ പേര് തന്നെ. ഈ ഇപ്പൊ മുത്താരംകുന്ന് 40 വർഷം മുമ്പാണ്. അന്ന് ആ സിനിമയിൽ ലിസി വായിച്ചിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഫ്രണ്ടിന്റെ അടുത്ത്, മമ്മൂട്ടി ചേട്ടന് 2 മക്കളാണത്രേ എന്ന് പറയുന്നുണ്ട്. അതേപോലെ പറഞ്ഞിട്ട് ആ സിനിമയിൽ പല സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത് കാണാമറയത്ത് സിനിമ കളിക്കുന്നുണ്ട്, നമുക്ക് അതൊന്ന് പോയി കണ്ടാലോ. അന്ന് കാണാമറയത്ത് ഹിറ്റായിട്ടുള്ള സിനിമയാണ്. അപ്പൊ മമ്മൂട്ടിയുടെ, അതായത് ഇന്നും നമ്മളൊരു സിനിമ പറയുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സിനിമകളിൽ റെഫറൻസ് വരുന്നു. അന്നും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം മമ്മൂക്കയല്ല, ലാലേട്ടനല്ല, അവരെ കുറിച്ചുള്ള എത്ര ജനറേഷൻ മാറി മാറി പോയാലും അവരെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ ആ സിനിമ അംഗീകരിക്കും എന്നുള്ള ഒരു ഇത് തന്നെയാണ്. ഇപ്പൊ 85-ല് മുത്താരംകുന്ന് ഇറങ്ങിയ ശേഷം അന്ന് ഹിറ്റായില്ലെങ്കിലും പിന്നീട് അത് ചർച്ചയായി. ഈ സിനിമ 2010-ല് നമ്മുടെ മലയാളി ആയ തന്നെ ഡയറക്ടർ TK രാജകുമാർ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഗുസ്തി എന്നായിരുന്നു സിനിമയുടെ പേര്. അതെ, നമ്മുടെ രാജ്പാൽ യാദവ് ആണ് അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അതായത് അന്ന് അത് എത്രത്തോളം ഹിറ്റായിരുന്നു അറിയില്ല, പക്ഷെ അത് അദ്ദേഹം റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനോടുള്ള ഒരു പുതുമയില്ല. അതിപ്പോ നമ്മളിപ്പോ മലയാളത്തിൽ അതാണ് ഒരു മലയാള സിനിമയുടെ ഒരു പ്രത്യേകത. അതായത് ഇപ്പം ഹിന്ദിയിലോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലോ 80s-ലോ ഒക്കെ ഇറങ്ങിയ സിനിമകൾ നമ്മൾ കുറെ വർഷം കഴിഞ്ഞ് ഡബ് ചെയ്ത് ഇറങ്ങുന്നത് കുറവാണ്. പക്ഷെ മലയാളത്തിലെ സിനിമകൾ 80s-ലെ സിനിമകൾ ഇപ്പോഴും ഡബ് ചെയ്ത് ഇറങ്ങി അവിടെ ഹിറ്റ് ആവുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം പൂച്ചക്കുരി, മൂക്കുത്തി, ബോയിങ്ങും മൺചിത്രത്താഴൊക്കെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ ഡബ് ചെയ്ത്. അതായത് ആ ടോപ്പിക്സ് അതല്ലെങ്കിൽ അയാൾ പറയുന്ന കഥയ്ക്ക് അന്നും റിലവന്റ് ആണെങ്കിൽ അന്നും അംഗീകരിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന കഥകളായതുകൊണ്ടാണ് അത്. അപ്പൊ മേക്കിങ്ങിൽ കുറച്ച് വ്യത്യാസം വരും, ടെക്നിക്കലി കുറച്ച് പെർഫെക്ഷൻ ഒക്കെ വരും. അവരുടെ ബോയിങ്ങിനെ കുറിച്ച് പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അന്ന് ബോയിങ് ചെയ്തപ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തതാണ്, എനിക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് ഗരം മസാല ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ റിസോഴ്സസും വെച്ചിട്ട് വേറെ തരത്തിൽ, പക്ഷെ അതിന്റെ എസൻസ് സെയിം ആണ് എന്ന് പറയുന്ന പോലെ ഈ മുത്താരംകുന്നിന്റെ ആ ഒരു എസൻസ്
അപ്പൊ എന്തായാലും ആ സിനിമ ഒന്നുകൂടി കാണുക, പണ്ട് കണ്ടതല്ലേ. കാണണം. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ 40 വർഷം എനിക്ക് ലാലേട്ടൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ലാലേട്ടനാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവരുടെ ഗെറ്റ് ടുഗദറിന് വരണത്. അപ്പൊ സിനിമയിലെ 40 വർഷം അവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് അവർ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസിനും ആഘോഷിക്കാം, ആ സിനിമ ഒന്നുകൂടിയും കാണാം. അതെ, നമ്മള് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ, പൂജപ്പുര രവി, കുതിരവട്ടം പപ്പുവിന്റെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഉഗ്രൻ ക്യാരക്ടറാണ്. നമ്മൾ ഇപ്പോൾ അതിലിപ്പോ ഇലക്ഷന്റെ ഒക്കെ സമയമാണ്, നമ്മൾ ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ നമ്മളിപ്പോ ടി വിയിൽ രാഷ്ട്രീയക്കാരുടെ പലതരത്തിലുള്ള പെർഫോമൻസുകളൊക്കെ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്. അതൊക്കെ ശരിക്കും 80s നമ്മുടെ സിനിമയിൽ ഇന്നസെന്റും ഈ കുതിരവട്ടം പപ്പും ശങ്കരാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് റിയൽ ആയിട്ട് ന്യൂസിൽ കാണുകയാണ്. അപ്പൊ എന്തായാലും സനയുടെ എന്താ പറയാ, ഇത്തരത്തിലുള്ള സിനിമകൾ വീണ്ടും മലയാളി ഓഡിയൻസ് ആഘോഷിക്കേണ്ടതുണ്ട്. എന്താ, ഓർമ്മകളൊക്കെ പുതുക്കണം. ഇങ്ങനത്തെ സിനിമകൾ വീണ്ടും വീണ്ടും കണ്ട് അത് മീൻസ് ക്രിട്ടിസൈസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മുടെ പണ്ടത്തെ മലയാള സിനിമകളൊക്കെ എല്ലാവരും പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. അതുവരെ ബൈ.